എന്തെങ്കിലുമുണ്ടോ? വണ്ടിയുണ്ട്. താഴോട്ടും ഷാജിക്ക് നടിക്കാൻ സാധനം തരുമോ? താഴോട്ടു കുടുംബം ഷാജിക്ക് നടിക്കാൻ സാധനം കൊണ്ടുതരുമോ? പണ്ടാൽ പുറിയുന്നു. ഇനി ഈ കത്തി ഉണ്ടെന്ന് നോക്കിയാ പീസാക്കി നോക്കുക. ഈ ഊളക്കത്തി ഉപയോഗിച്ചില്ലെന്ന് വേണ്ട. ഇറച്ചി മുറിക്കുമ്പോ എന്താ കത്തി ബ്രേക്ക് ഡാൻസ് കളിക്കുന്നത്? ഇറച്ചി മുറിയച്ചടാ. ആ കത്തി സ്ലിപ്പല്ല. ഒന്ന് വലിച്ചു പിടിക്കണ ഷാജി. ഇതേ കൂടുതൽ വിൽക്ക്. ഇതെന്താ എലാസ്റ്റിക്കാ? അലക്ഷടി. തനിക്ക് വെട്ടാനറിയില്ല, ഇങ്ങോട്ട് താ. എന്നിട്ട് വേണം നിന്റെ പേരിൽ കൂടി ഞങ്ങൾ തിന്നാൻ. ഇതേ നിന്റെ റബ്ബർ വെട്ടല്ല, കാട്ടുപന്നിയാ, കാട്ടുപന്നി. മൈര കൂടുതൽ കൊണക്കറ്. ആരും വരുന്നതിന് മുന്നേ പീസാക്ക്. ഓന്റെ റബ്ബർ വെട്ട്. ഒന്ന് നിർത്തടാ. ഇതിനെ വെടിവെച്ചവൻ തപ്പിയെന്ന് മുന്നേ സ്ഥലം കാലിയാക്കണം. ഇതിപ്പോ റെഡിയാവണ. ബാക്കി പോയി. ഓ ജൽദി ജൽദി. ഇതിനെയൊന്നും ഇനി ആരും അന്വേഷിച്ചു വരാൻ പോണില്ല എന്റെ ജോസേ. കാണാം. എന്നാൽ ആ വെടിക്കാരൻ ആരാവോ? ആരായാലതാ, ഇത്തിരി നേരായില്ലേ, ഇനി ആരും വരാൻ പോണില്ല. എന്നാലും ഒരു പീസ് കൊടുക്കല്ലേ. തമാശയല്ല. ബാക്കിയെല്ലാം കൂടെ ആരും കാണാതെ എവിടെയെങ്കിലും കുഴിവെട്ടി മൂടണം. ഫോറസ്റ്റ് ആരെങ്ങനെ അറിഞ്ഞാലേ നേരെ ജയിലിലേക്കാ. പിന്നെ ജാമ്യം പോലും കിട്ടത്തില്ല. ഇക്കൊല്ലത്തെ ക്രിസ്മസ് ജയിലിൽ ആഘോഷിക്കേണ്ടി വരും. 2 പേരോട് കൂടി ഇങ്ങ് പറഞ്ഞേക്കാം. ആ ഇനി ഫോറസ്റ്റുകാർ വന്നിട്ട് ഞങ്ങളെ എന്തോന്നൊലത്താനാ പറയുന്നേ? ഇതിനെ കൊന്നത് ഞങ്ങളൊന്നുമല്ലല്ലോ, കൊന്നവന്മാരെ പോയി പൊക്കട്ടെന്നേ. ഓഹോ, നീ ഇത് ഏത് ലോകത്താണ് എന്റെ വർക്കിച്ചാ ജീവിക്കുന്നേ? കൊല്ലണ്ട, തിന്നാ തന്നെ കമ്പി എണ്ണു. നമ്മുടെ അരീക്കാമലയിലെ ആ മത്തായിച്ചനെ കഴിഞ്ഞ വർഷം കറിച്ചട്ടോടി ആ ജീപ്പ് കയറ്റി കൊണ്ടുപോയത്. എങ്ങനെ അറിയാനാ? പത്രമൊക്കെ വായിക്കണം. ഏത് പത്രം? ഇതേ വന്യജീവിയാ, വന്യജീവി. എന്റെ ജോസേ, നിന്റെ അളിയൻ ഫോറസ്റ്റ് ഓഫീസിലല്ലേ? എന്നേലും പ്രശ്നം ഉണ്ടെങ്കിൽ അവനെ കൊണ്ട് ഒരുക്കാന്ന്. അളിയനല്ല, അപ്പം വന്നാലും ഒന്നും നടക്കേല. പിടിച്ചാ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. ജാമ്യം ഇല്ലാത്ത പരിപാടിയാ. അതുകൊണ്ട് സാധനം നമ്മുടെ കയ്യിലുണ്ടെന്ന് നാട്ടുകാരോടൊന്നും പാടി നടക്കണ്ട. ഒരു നാറിനി വിശ്വസിക്കാൻ പറ്റില്ല. കേട്ടല്ലോ, വർക്കിച്ചനോടാ. അത് തനിക്കാ കൂടുതൽ ബാധകം. മൂന്നാക്കും ഇന്ന് കറി വെക്കാനുള്ള മാത്രം എടുത്താൽ മതി. ബാക്കിയെല്ലാം ആ കുഴിയിൽ തന്നെ ഇട്ട് മൂടിയേ. ഇന്നൊരു ദിവസം ടെൻഷൻ അടിച്ചാൽ പോരെ? മതി, നമുക്കൊരു ദിവസം തിന്നാനുള്ളതുണ്ട്. കഴിഞ്ഞ പോലെ മറ്റേ ചങ്ങായി പറഞ്ഞ പോലെ രാവിലെ കള്ളപ്പോ പന്നിക്കറി, ഉച്ചക്ക് ചോറ് പന്നി, വൈകിട്ട് കപ്പയും പന്നിക്കറി, രാത്രി പന്നി ചപ്പാത്തി. നമുക്കത് പോരളിയ. ഇന്ന് മുഴുവൻ ഒരു പന്നിയുടെയാക്കണം ഷാജി. കൊളസ്ട്രോൾ വന്ന് ചാവോടെ. പന്നിയിറച്ചി കഴിച്ചാൽ ശരീരത്തിൽ ഇരുമ്പ് കിട്ടോടാ. ABCDFG എല്ലാ വിറ്റാമിൻ ഇതിനകത്തുണ്ട്. പല്ലു എല്ലുകൾ നല്ല കരിങ്കല് പോലെയാവും. പീസാക്കിയതെല്ലാം ആ വാഴയിലേക്ക് കെട്ടിവെക്ക് ഷാജി. വെട്ടം വരുന്നതിന് മുന്നേ ബാക്കി ജൽദി ജൽദി വർക്കി ബോയ്. ഫോൺ എടുക്കുന്നില്ല. ഈ നാരി ആരുടെ അമ്മയെ കെട്ടിക്കാനാ പോയത്? ഈ ഫോറസ്റ്റുകളിൽ തെണ്ടി കേൾക്കാൻ വിളിച്ചിരുന്ന പോലെ ഈ വർക്കി നാരീന്റെ ആക്രാന്തം കണ്ടപ്പോഴേ തോന്നി ഇത് ആർക്കും ഇല്ലാണ്ടാവും. പന്നിയിറച്ചിന്റെ ഇരുമ്പ് തുരുമ്പ് വല്ല അമ്മയുടെ വിറ്റാമിൻ കുഴിയെടുത്തിട്ട് മനുഷ്യന്റെ നട്ടല്ലേ റബ്ബറായി. ആ ജോസിന്റെ പണ്ടാരടങ്ങിയ വിളിക്കുന്നുണ്ട്. അടേ എന്തായാലും ജോസേ, അവന്മാരങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ കുഴിച്ചു മൂടി. നല്ലോണം ബന്ധ ഫീസായിരുന്നടാ. ആ വർക്കിച്ചനാന്ന് ഫോണും എടുക്കുന്നില്ല. 100 തവണ ഞാൻ വിളിക്കുന്നു. അവനിത് എവിടെ പോയി കിടക്കുക ശാപം? അവന്റെ പെണ്ണും പുള്ളിയുടെ ഫോൺ സ്വിച്ച് ഓഫ്. എടാ, അവന്റെ വീട്ടിൽ നിന്ന് പൊക്കിയാൽ നമ്മൾ ജയിലാവൂടാ. പത്രത്തിലൊക്കെ ഫോട്ടോയും വരൂ. നല്ല ഫോട്ടോ പോലും ഇല്ല കയ്യിൽ. പേടിക്കണ്ട, നീ ഇനി ഫോറസ്റ്റുകാരുടെ മുന്നൊന്നും വിളിക്കാൻ നിൽക്കണ്ട. ഞാൻ വിളിച്ചോളാം. അവിടെ വിളിച്ച് സമയം കളയാതെ അവന്റെ വീട്ടിൽ പോയി നോക്കടാ. എനിക്കാന്ന് കയ്യും കാലും വേറെ. ശരി. എന്നാൽ ആരാ ഈ ഫോറസ്റ്റുകാർ വിളിച്ചു പറഞ്ഞേ? നീ പേടിക്കാതിരി.
അളിയൻ വിളിച്ചതുകൊണ്ട് തടികേടില്ലാതെ രക്ഷപ്പെട്ടില്ലേ? വർക്കിച്ചന്റെ കാര്യം ഞാൻ ഏറ്റു. ഈ വർക്കി പന്നി കാരണം അറ്റാക്ക് വന്ന് ചാകുന്നു തോന്നുന്നേ. നാലുകൾ വരുന്നുണ്ടാ? എന്താടാ ജോസേ, പന്നിയാത്താക്കിയാ? അകത്താവും. താണിത് എവിടെ പോയി ചത്ത് കിടക്കാടോ? ഫോറസ്റ്റുകാർ അറിഞ്ഞു, അങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ മാതാവേ, ഇനി അങ്ങോട്ട് പോണു സാറേ. ഇവന്മാർ രണ്ട് സാധനം മാറ്റിയ സ്ഥിതിക്ക് അയാൾ മാറ്റി കാണൂലേ? ഇവിടം വരെ വന്നതല്ലേ മണി, അവിടെ കൂടെ ഒന്ന് പോയി നോക്കാം. അവൻ്റെ ഒരു പിന്നെ രാജു വാടോ. ഇങ്ങനെ ആരുടെയെങ്കിലും സ്വന്തം പേര് വിളിക്കുന്നിട്ട് ചത്താ മതിയാണ്. മണീന് രാജുവിലെത്തില്ലേ? വാ പോവാ. എന്തെങ്കിലും വിളിക്കട്ടെ, തന്തയ്ക്ക് വിളിക്കുന്നില്ലല്ലോ. അയ്യോ, അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? നിന്റെ താന്തയെ കെട്ടിക്കേ. ഇതെന്തായി കാണിക്കുന്നേ? ഇതെങ്ങോട്ടാ കൊണ്ടുപോന്നേ? ചെന്ന് നോക്കടി, ഞാൻ കക്കൂസിലാന്ന് നോക്കാ മതി. എന്നിടുവാ രാജുവിന്റെ പേര് വിളിച്ചേ? വർക്കിച്ചാ, എന്താ സാറേ? വർക്കിച്ചനില്ലേ ഇവിടെ? ഉണ്ട്, കക്കൂസില. ആ, അങ്ങേര് രാവിലെ കൊണ്ടൊന്ന് കറിയായില്ലേ, കുറച്ച് ഇങ്ങോട്ട് എടുത്തേ, നമ്മളൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഇവിടെ ഒന്നും ഇല്ല സാറേ. എന്നാ ഞങ്ങൾ എടുത്ത് കഴിച്ചോളാം, അല്ലേ സാറേ? രാജു കേറി നോക്ക്. ശനി
വിളിച്ചേക്ക് നിങ്ങള്. ഒന്നുമില്ല സാറേ. എടാ മണി, ആ നീ ഇവിടെ എല്ലാം ശരിക്കും നോക്ക് കേട്ടാ. ആ വാ. പല മാർഗം തിരഞ്ഞു നീ പരവശനായി പതുങ്ങിയോ, പകിടകളിൽ കുടുങ്ങിയോ, അടപടലം ഒതുങ്ങിയോ. എന്തായി? ഇതിലൊന്നുമില്ല. വാ. കാട്ട് വന്ന് വയറ്റ് പിടിച്ചിട്ടില്ലെന്നു സാറേ. ഇനി ആളിതിലില്ലേ? ഇവൻ 12 മണിക്ക് തൂറാൻ കയറിയിട്ടുണ്ട്. എന്തോ പന്തികണ്ടല്ലോ സാറേ, എന്തോ കള്ളത്തരമുണ്ട്. വേഗം നോക്ക് മണി, പോയിട്ട് വേറെ പണിയുണ്ട്. തൂറുന്നൊരു ഫീലൊന്നുമില്ല സാറേ. ഇവിടെ നോക്കിയടാ, ആടെയൊന്നും ഇല്ല സാറേ. വാതിൽ വർക്കിച്ചാ. എന്റെ കർത്താവേ. ഇവൻ എന്താ ഇതിനകത്ത് കാണിക്കുന്നു? ആ വരുന്നുണ്ട്. ഹായ് നമസ്കാരം. ഉം. എന്താ സാറേ? വാടോ. ഏ? തൂറിക്കഴിഞ്ഞപ്പോ ഒരാശ്വാസം കിട്ടിയല്ലേ മണി? എനിക്കൊന്നും അറിയില്ല സാർ. സാറേ തെളിവൊന്നുമില്ല. കണ്ട എന്നാ ശരി. എന്തായിടോ? ആ മെമ്പറെ വിളിച്ചു പറഞ്ഞേക്ക് വരണ്ടെന്ന്. ആ സാർ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല സാറേ, ഇവന്മാരെ സാധനം ഇവിടെ കൊണ്ടുപോയി കൂട്ടിയിരുന്നു.